വീഡിയോ നല്ല രീതിയിൽ ആസ്വദിക്കാനായി എയർപോഡോ ഹെഡ്സെറ്റോ അഥവാ ഇയർഫോണോ പോലുള്ള സാധനങ്ങൾ ചെവിയിൽ കുത്തിക്കയറ്റുക. ഇയർഫിൽ കുത്തിക്കയറ്റിയാ മതിയോ എന്ന് ചോദിക്കുന്നവന് ഞാൻ പിടിക്കാൻ വരും. നിന്നോട് പറഞ്ഞു, നിന്റെ പക നിന്റേത് മാത്രമല്ലാതാകുന്ന ഒരു ദിവസം വരുമെന്ന്. നിന്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. നാളെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നീ കെടാതെ സൂക്ഷിച്ച ആ പകയുടെ കനൽ അതെരിഞ്ഞടങ്ങണം. റഹ്മത്ത് സേ ജോ ഖുഷ് ഓ ഖുദാ. ഫിലിപ്പിന്റെ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും നൊസ്റ്റാൾജിയ ഗെയിമായ മിനി മിൽഷ്യ. എനിക്ക് ഡൗട്ട് ഉണ്ട്, അതായത് ഇതിനെ മിനി മിൽഷ്യ എന്നാണോ അല്ലെങ്കിൽ മിനി മിൽട്ടി എന്നാണോ പറയാറ്? നമുക്ക് കളിക്കാൻ തുടങ്ങുന്നത് ചെറിയൊരു പണിയുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട് ഈ കണ്ണാപ്പി പേരൊന്ന് മാറ്റാം. കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് വരുന്നത് മെർക്കറ്റർ എന്തോ തടേ. അപ്പം നമുക്കൊരു നല്ല ബ്രാൻഡ് ന്യൂ നല്ലൊരു കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരെ നല്ലൊരു പേര് കൊടുക്കാം. ഷാസിക്. സെറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവും. അപ്പോൾ ഗായ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ കളി അങ്ങ് കളിക്കാം. കുറേ കാലമായി കളിച്ചു, കുറേ വർഷമായി. ടച്ച് കിട്ടുമോയെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ഫസ്റ്റത്തെ കളി നമുക്കൊന്ന് കളിക്കാം. അപ്പോൾ യെസ്, സ്റ്റാർട്ട് ദ ബാറ്റിൽ. നമുക്ക് നമ്മുടെ യുദ്ധം തുടങ്ങാം. ഗണ്ണെടുത്തിട്ട് തുറാന്ന് വെടിവെക്കണം. ചോരൊക്കെ ഇങ്ങനെ തെറിക്കും. പിന്നെ ബോംബൊക്കെ എറിഞ്ഞ് പൊട്ടുമ്പോൾ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചിതറും. എന്തിനാടാ കളി തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടടാ? വാടാ മേടിച്ച. വാ രണ്ടെണ്ണം കില്ല് കിട്ടിയിട്ടുണ്ട് എന്തോ. മനുഷ്യനായി കഴിഞ്ഞാൽ വാ നീ വാ. കക്കാശി അത്താക്കേ തീർത്തു. വാ നീ വാടാ. അയ്യോ ചത്തു. അവര് വെടി കൊള്ളുന്നതില്ല. വെച്ചിട്ട് പ്രശ്നമില്ല, ഇനി തീർത്തോളാം. ആരെങ്കിലും ഉണ്ടോ? നമുക്കിവിടെ ഒളിച്ചു നിൽക്കാം. ഇനി ആരോ എങ്കിലും വരുമോ നോക്കാം. ഒരു ബോംബറിനേക്കാം. അവിടെ ഒരാളെ കാണുന്നുണ്ട്. കൊണ്ടു ചത്തു. കില്ല് കിട്ടി. ചുമ്മാ ഇങ്ങനെ അറിഞ്ഞു നോക്കിയതാ. മീൻ കുടുങ്ങി. ഇനിയെങ്കിലും ആരെങ്കിലും വരുമോ? വന്നു, ഒരുത്തൻ വന്നു. ആരാ വെച്ചെന്ന് പോലും അവൻ അറിഞ്ഞില്ല. ചത്ത എങ്ങനെയാ പോലും അവനെ അറിഞ്ഞില്ല. പാവം. ഇനി ആരെങ്കിലും വരുമോ? താരത്തിനുണ്ട്. ഹലോ മിസ്റ്റർ പെരേര, ഹൗ ആർ യു? അവൻ അറിഞ്ഞില്ല, അവന് കിളി പോയിരിക്കാന്ന് തോന്നുന്നു. അറിഞ്ഞില്ല, പെട്ടെന്ന് ഇവിടെ നിന്ന് അടി വന്നു. വാ നീ വാ, നിന്റെ തീർക്കും. കക്കാശി തീർത്തു ഗൈസ് നമ്മളെ. ഗുഡ്. ഫസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മള് ഫസ്റ്റ് ആണ്. 5 കില്ല്. കക്കാശിയും ഒപ്പം ഉണ്ട്, നമ്മളോടൊപ്പം ഉണ്ട്. ഇനി ഒളിച്ചിരുന്ന് കളിക്കില്ല, നേരെ ഓറ. കക്കാശി എന്തായാലും അതിന് തീർക്കുന്നു. കക്കാശി ഹത്താക്കേ. വാ ഇവന് ബോംബറിന് പോല്ല. ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇന്നത്തെ കളി ഡെഫിനറ്റ്ലി ഒരു 10 കില്ലും ലീഡർ ബോർഡിൽ ഫസ്റ്റ് എത്തണം. അതാണ് ഇന്നത്തെ ടാസ്ക്. ചത്തുകൊണ്ട് ഗൈസ്. ഒരു പീസായിരുന്നു തെറിക്കുന്നതാണ്. ഇത് പറക്കാൻ പറ്റുള്ള ആരോ വരുന്നുണ്ട്. കക്കാശിയെ കൊല്ലാൻ പറ്റണില്ല. കക്കാശി നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. 7 ഫസ്റ്റ് അടിക്കണം ഗൈസ്. ഫസ്റ്റും 10 കില്ലും ഉറപ്പായി കളി നമുക്ക് അടിക്കാം. വരുന്നുണ്ട്. നീ കൊള്ളാമല്ലോടി പെണ്ണെ. എടാ നിനക്ക് ഉളുപ്പുണ്ടോടാ ബാക്കിൽ? അയ്യോ ഉളുപ്പില്ല, നാണമുണ്ടോടാ നിനക്ക്? ബാക്കിൽ അടിച്ചു കൊല്ലുന്നു. വാ നിന്നെ തീർക്കും. വാ കടയാടി മോനെ. ഒന്ന് വയസ്സ് ഇനി നിന്നെ വിടില്ല. കക്കാശി സീനാണ്. അയ്യോ അവൻ 9, നമുക്ക് 8. എങ്ങനെയും 2 കില്ല് ഒപ്പിക്കണം. 2 കില്ല്. ടൈം എത്ര? അയ്യോ ടൈം തീരാനായി. പെട്ടെന്ന് ബോംബ് ഒരു ബോംബ് ഇതായിട്ടേക്ക്. അയ്യോ എന്താ സംഭവിച്ചപ്പോ? അവൻ സൂസൈഡ് ചെയ്താണോ? ടൈമും തീർന്നു. നമ്മൾ സെക്കൻഡാണ് കേസ്. ഒരു 2 കില്ല് എടുത്തിരുന്നേൽ ഇവിടെ തന്നെ കളി നിർത്തായിരുന്നു. ബട്ട് നോ പ്രോബ്ലം ഗൈസ്. ഡോണ്ട് വറി ഗൈസ്, ആരുമില്ല. നമ്മൾ നെവർ ഗീവ് അപ്പ് ആണ്. ഒരിക്കൽ വിട്ടുകൊടുക്കില്ല. നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നവരെ. സ്പോൺ ആയിട്ടുണ്ട്. പുതിയ മാപ്പാണല്ലോ. ഗണ്ണ വന്നിട്ടുണ്ട്. ആ ഗണ്ണ എടുക്കാം. ഈ ഗണ്ണൊരു സുഖമില്ല ഉപയോഗിക്കാൻ. മറ്റേ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറക്കാം നന്നായിട്ട്. വിൻവെളി നായക
തമ്പി അയ്യോ ഡെഡ്പൂൾ തീർക്ക് കൊല്ല്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഓ ഡെഡ്പൂൾ തീർത്ത കേസ് നമ്മളെ. അയ്യോ താഴേക്ക് പോയി. അയ്യോ ലാസ്റ്റാണ് നമ്മൾ ഫസ്റ്റാണ് ഉറപ്പായി. കളി എന്തായാലും മനസ്സ് പറയുന്നു ഫസ്റ്റ് ആവുമെന്ന്. ആരുമില്ലേ ഇവിടെ? ഹലോ ആരുമില്ലേ ഇവിടെ? അവിടെ എന്തോ ഒരു ബോംബുണ്ട്. അയ്യോ ആരാത്? ആരാ അവിടെ? യെസ് നമ്മുടെ ഫസ്റ്റ് കിൽ കംപ്ലീറ്റ് ആയിട്ട്. ആ മിസൈല് അതെടുക്കാൻ പറ്റാത്ത ലോക്കാണല്ലോ. അയ്യോ ആരോ കൊല്ല്. ചിന്തിക്കുന്നതെല്ലാം പറയരുത്, എന്നാൽ പറയുന്നതെല്ലാം നല്ലപോലെ ചിന്തിച്ചിട്ട് മാത്രമാകണം. ശുഭദിനം. പരിപ്പിനുള്ള വടയും ഞാൻ തരുന്നുണ്ട്. അപ്പു മലയാളിയല്ലേ? അതിന്റെ ഒരു ഇത് കാണിച്ചൂടെ? തെണ്ടി താഴ്ന്ന് പെട്ടെന്ന് വന്ന് കൊല്ലുക. ഡെഡ്പൂൾ എന്തായാലും ഇപ്രാവശ്യം കൊല്ല. ആ ബോംബ് അതെന്ത് ബോംബിട്ട് ചാവാത്തത്? ഹാക്കറാണ് കേസ്. അവനെ ഹാക്കർ. ഡെഡ്പൂൾ ഈസ് ഹാക്കർ. ആരെങ്കിലും ഉണ്ടോ? ഹലോ ഓ ജസ്റ്റ് മിസ്. ടൈം ബോംബ് പറഞ്ഞതാ. തലന്റെ മീതല കൂടി പോയതാ. ജസ്റ്റ് മിസ്സാണ് ഇവിടെ. ആരും കാണില്ലല്ലോ. താഴെ ഉണ്ടാവും. വാ അപ്പു മലയാളം നിന്റെ തീർക്കൂടാനി. നിന്റെ തീർക്കും മലയാളം. അയ്യോ അപ്പു മലയാളം അവനെന്തായാലും ഇന്ന് തീർക്കും. മലയാളിയായിട്ട് അതിൻ്റെ ഒരു ഇത് കാണിക്കാത്ത, പരിചയം കാണിക്കാത്ത അവനിത് എന്തായാലും കൊല്ലുവാൻ. ആരാ ഇവിടെ? നിന്റെ അമ്മേനെ കെട്ടിയോ? ഓ ഭയങ്കര ടിൻഡു കോമഡി. ഒന്ന് പോകണ്ട. അതിനെക്കാട്ട് നല്ലപോലെ കിളി ഷഡിയിൽ മുട്ടയുടെ കഥയായിരുന്നു. നമുക്ക് ടൈം പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് മിസ്. കുറച്ചിങ്ങോട്ട് വരണേ. നമുക്ക് ഇവിടെ ഒന്ന് ഫിറ്റാക്കി വെക്കാം. ഇനി അവൻ ഇങ്ങനെ വരും നോക്കട്ടെ. അവൻ പൊട്ടിച്ചിട്ട് പോയി. എന്തോന്നിടേത്? അപ്പു മലയാളം അവനെ തീർത്ത കേസ്. അപ്പു മലയാളം അവൻ ചലക്കാൻ വരട്ടെ. അവനെ തീർത്ത് യുദ്ധം മതി. ഒരിക്കലും കൊന്നില്ല അവനെ. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. யார் இடத்துல வந்து யார் சீனை போடுறது செஞ்சிருவேன். ഡെഡ്പൂള് വരുന്നുണ്ട്. ഡെഡ്പൂള് നമുക്ക് ഇതിലേ കൂടി അവൻ്റെ ബാക്കിലേ പോയി കൊല്ലാം. ഒരു ബോംബിടാം. എവിടെ പോയത്? അവനിപ്പോൾ താഴോട്ടേക്ക് വന്നത്. എങ്ങോട്ട് പോയി? ഇതെന്ത് പണിമായും? കുടുംബിയാണ് അവൻ. കുടുംബി എവിടെ? ഡെഡ്പൂൾ എവിടെ? അവനല്ലേ ഇപ്പൊ എവിടെ ഉണ്ടായിരുന്നത്? തമ്പി അവിടെ ഇവനിന്ന് തീർത്തിട്ടേ ഒരു കാര്യമുള്ളൂ. ഇവനിന്ന് എന്തായാലും തീർക്കണം. വാ മോനെ വാ. ഗൈസ് അവൻ നമ്മളെ തീർത്തു. ടൈം കഴിഞ്ഞു ഗൈസ്. ടാസ്ക് 3G ഗൈസ്. 4ാമതാണ് നമ്മൾ. കഴിഞ്ഞ പ്രാവശ്യം 2ാമതായിരുന്നു. ഇപ്പൊ 4ാമത്. വി വിൽ നെവർ ഗീവ് അപ്പ് ഗൈസ്. നമ്മൾ വിട്ടുകൊടുക്കില്ല. വീണ്ടും കളിച്ചുകൊണ്ടേയിരിക്കും. ഇക്കളി എന്താകും നോക്കട്ടെ ഗൈസ്. നമ്മുടെ ഗെയിമിന് എന്തോ പ്രശ്നമുണ്ട്. അതായത് നെറ്റ്വർക്ക് എറർ വരുന്നു കുറേ ടൈമായി. അതുകൊണ്ട് ഞാൻ ഗെയിം ഡാറ്റ ക്ലിയർ ചെയ്തു. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പുണ്ടായ മാപ്പൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു അക്കൗണ്ട് ആയിട്ടാണുള്ളത്. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. അയ്യോ തലിന്റെ മുള്ളാരത്. കൊന്ന് ചീത്തറിച്ച് വിട്ടവനെ. വട എല്ലാത്തിനും തീർക്കും. മുൾവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. പ്രതികാരദാഹിയായിരിക്കുകയാണ് അവിടെ. എല്ലാത്തിനും ഉറപ്പായി തീർക്കും. നീയൊക്കെ അരട്ട് ഹൗസ് റൂട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. അവരെ തലമണ്ടക്കടിച്ചൊന്ന് കൊടുക്കാം. ഒറ്റ അടിയാ. അപ്പൊ തന്നെ തീർന്നവൻ. ആരെങ്കിലും ഉണ്ടോടാ? വാടാ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. ആണത് പിറന്നു വരുത്തിനുണ്ടെങ്കിൽ വാടാ. ഹലോ ഉറച്ചു പറ, കേൾക്കുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. അവസാനം അവന്റെ സൂസൈഡ് പോയിന്റ് നിന്ന് താഴെക്കിട്ട് കൊന്നു കേസ്. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. ഞാൻ നിരപരാധിയാണല്ലോ. സത്യം തെളിയും. സത്യമേത ജഗതെ.
ജയ ഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ. കാരണം സംഭയാമി യുഗേ യുഗേ, സംഭവിക്കാതിരിക്കുന്നത് സംഭവിക്കാനേ ചെയ്യും. ഇവനെ ബോംബറിഞ്ഞു കൊല്ല. അത് തൊഴിഞ്ഞ ഒരു മോന്തം വെച്ചോടാ നിന്റെ മോത്ത് ആരും നോക്കൂടാ, ടെമ്പിളാരെങ്ങനെ നോക്കൂ. ബോംബ് കൊണ്ടു. അമ്പട കേമ സണ്ണി കുട്ട. വാ നിനക്കൂന്നാ ബോംബ്. ഇതെവിടെന്നാ? നീ ഏതാടാ മരഭൂതമേ? ബോംബിട്ട് കൊല്ലിയല്ലോ അതിന്. കൊന്നു ഗൈസ്. ഇനി നിന്നെ പവർ വരട്ടെ ഇങ്ങനെ. കൺമുമ്പിൽ പിറന്നിപ്പോ. വാ രണ്ടെണ്ണുണ്ട് ഗൈസ്. രണ്ടിനെ തീർക്കാം അവിടുന്ന്. രണ്ടിനെ തീർക്കാം. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുണർന്നു. അവിടെ എന്താ സ്റ്റോപ്പായത്? കൊന്നളിഞ്ഞ അവിടെ വൃത്തിയിട്ടവനെ. അതെ പട്ടി കൊന്നു ഗൈസ്. വേറെ തന്നെ അവിടെ നിന്ന് വെക്കുന്നുണ്ട്. എന്നാ പിടിച്ചോ ഇന്ന് ഒറ്റ അടി ഗൈസ്. അടി കൊടുത്ത് വന്നു. വാ നിനക്കുണ്ട് വാ. അല്ലെ ലൈഫ് കുറവാണ്. അയ്യോ കൊന്നു ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോ ചത്തത് ഗൈസ്. നമ്മൾ 9 കില്ല് ഗൈസ്. 1 കില്ല് എടുത്ത നമ്മുടെ ഫസ്റ്റ് ആണ്. അതുപോലെ ആർക്കും ഫസ്റ്റ് ആവാൻ പറ്റില്ല. ഫസ്റ്റ് ആവും. ഇനി 1 കില്ല് എടുത്ത 10 കില്ല്. നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ്. യെസ് ഗൈസ്. എനിക്കല്ലേ ഇപ്പൊ കില്ല് കിട്ടിയത്? ഞാനല്ലേ? അല്ലേ? ഗൈസ് അവന് കിട്ടി. യെസ് ഗൈസ് 10 കില്ലായി. യെസ്. ചത്താലെന്താ, കില്ല് കിട്ടിയില്ല, അത് മതി. യെസ് ഗൈസ് ടാസ്ക് കംപ്ലീറ്റ്. എന്തായാലും ഫസ്റ്റ് ആവുന്നുണ്ട്. വേറെ ആരും ഫസ്റ്റ് ആവില്ല, ഉറപ്പാണ്. 11ാമത്തെ കില്ല്. എന്നാ ചാവുന്നില്ലേ? എന്ത് പറ്റി? നീ വാ മോനെ. ഇന്ന് പിടിച്ച തിരിഞ്ഞു പറയാ. അയ്യോ കമ്മിയുടെ സൂസൈഡ്. അവന് കില്ല് കിട്ടിയില്ല. Guys, time again. Yes, guys, our task completed. Shazak is first. Our task complete again, you guys. Thank you, guys. Thank you for watching. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ഇതാ. ഗുരുജി, പ്ലീസ് ഷോ ദി ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് സ്പൈഡർമാൻ നോ ഹോംവർക്കിലെ നായകൻ? ഗുരുജി, ഓപ്ഷൻസ് പ്ലീസ്. ഓപ്ഷൻ എ ടോബി മഗ്വയർ, ഓപ്ഷൻ ബി ആൻഡ്രൂ ഗാർഫീൽഡ്, ഓപ്ഷൻ സി ടോം ഹോളണ്ട്, ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി ഇവർ ആരുമല്ല. ആലോചിച്ച് ഉത്തരം പറയുക. മണിക്കുട്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നല്ലൊരു സപ്പോർട്ട് കിട്ടിയ ഗൈസ്, അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും, ഭയങ്കര ഒരു എനർജി ആയിരിക്കും പിന്നീട് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൈസ് പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോക്ക് ഒരു 100 ലൈക്ക് ടാർഗറ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ അല്ലേ, കുറച്ചൊരു 100 എങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓർമ്മിപ്പിച്ചത് നന്നായി. അക്കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവരെ നിഗാസുരൻ ഡെഫിനറ്റ്ലി പിടിക്കാൻ വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ കട്ടിനടി നോക്കിയാൽ മതി. പിന്നെ ലൈക്ക് ഇപ്പൊ തരാം. തെക്കോട്ട് നോക്കിയിരി. അതെന്താ കട്ടിനടി ശബ്ദം? Try to play the fool with me, Nigesh. ഒന്നിച്ച് നമുക്ക് പോകാം.